തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനാണ് തീരുമാനം. പുത്തുമലയിലാണ് ഇതിന് സൌകര്യമൊരുക്കുന്നത്. മലയാളികൾക്ക് പരിചയമുള്ള ഒരു ദുരന്ത ഭൂമിയാണ്. 2019 ഓഗസ്റ്റിൽ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിച്ച, വയനാടിനെ കരയിച്ച ഒരു അപകടമുണ്ടായ ഭൂമിയാണ് പുത്തുമല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ എതിർവശത്താണ് അന്ന് ദുരന്തമുണ്ടായത്. അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായി 17 ജീവൻ അന്ന് നഷ്ടപ്പെട്ടിരുന്നു. ആർത്തലച്ച മഴ അന്ന് എടുത്തത് 17 ജീവനുകളായിരുന്നു. ഉരുൾപൊട്ടിയപ്പോൾ ഒലിച്ചുപോയത് ആ 17 ജീവനുകളായിരുന്നു. 2019 ഓഗസ്റ്റ് 8-നാണ് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ അപകടമുണ്ടായത്. കേരളം അന്നുവരെ കണ്ടത് ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായി അത് മാറി. ആർത്തലച്ചു പെയ്ത മഴ 550 മില്ലിമീറ്ററാണ് മഴ അന്ന് മലയ്ക്ക് മുകളിൽ പെയ്തെന്നാണ് ഏകദേശ കണക്ക് എടുത്തത്. ആ മഴ ഉണ്ടാക്കിയ ദുരന്തം, അതിന്റെ ദുഃഖം ഇതും കേരളം മറന്നിട്ടില്ല, പ്രത്യേകിച്ച് വയനാട്ടുകാർ മറന്നിട്ടില്ല. ആ ദുരന്തം സംഭവിച്ച് ഏതാണ്ട് 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിനടുത്ത പ്രദേശത്ത് ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തും കേരളം ഇതുവരെ കണ്ടത് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. ഇപ്പോഴും എത്ര പേർ മരിച്ചു എന്നതിന്റെ കണക്കുകൾ കൃത്യമായി എടുത്തിട്ടില്ല. എത്ര പേരെ കാണാതായെന്ന കാര്യത്തിലും വലിയ സംശയങ്ങളുണ്ട്. വലിയ കണക്കുകൾ ഇനിയും അത് കൃത്യമായി ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ദുരന്തത്തിൽ മരിച്ചവർക്ക്, അതിൽ പലരെയും തിരിച്ചറിയാൻ ആളുകൾക്ക്, ബന്ധുക്കൾക്ക്, ഉറ്റവർക്ക്, അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും, രക്തബന്ധമുള്ളവർക്ക് പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്ന് അവർ എപ്പോഴും തേടി നടക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മൃതദേഹങ്ങൾ അവർ കൂട്ടത്തോടെ സംസ്കരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ സംസ്കാരം നടന്നത് കൽപ്പറ്റയിലായിരുന്നു. മേപ്പാടി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ അവർക്ക് തങ്ങൾ ഇത്രയും നാൾ സ്വന്തം സ്ഥലമായി കണ്ട് ജീവിച്ച, തങ്ങളുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന നാട്ടിൽ തന്നെ അവർക്ക് ഈ അന്ത്യയാത്രയിലും അവർക്കൊപ്പം ആ സ്ഥലമുണ്ടാകണമെന്ന ആഗ്രഹം ബന്ധുക്കൾക്കുണ്ടായിരുന്നു, ആ നാട്ടുകാർക്കുണ്ടായിരുന്നു. അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പുത്തുമലയിൽ ഹാരിസൺ പ്ലാന്റേഷന്റെ കൈവശമുള്ള 64 സെന്റ് സ്ഥലത്ത് അവർക്ക് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. അവരെ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള തീരുമാനമെടുക്കുക. നമുക്കറിയാം, മനുഷ്യനായി ജനിച്ചവർ മനുഷ്യരായി തന്നെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. പല ആചാരങ്ങൾ വിശ്വസിച്ചവരായിരുന്നു അവർ, പല മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ, പല തരത്തിലുള്ള ആരാധനാ രീതികൾ പിന്തുടർന്നായിരുന്നു. പക്ഷെ അവർക്ക് എല്ലാ മതങ്ങളുടെയും സാരമൊന്നെന്ന ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങൾ നടത്തിക്കൊണ്ട്, സർവമത പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഈ മനുഷ്യരെ തിരിച്ചയക്കുകയാണ് കേരളം. പിറന്ന നാട്ടിൽ, പിറന്ന മണ്ണിൽ അവരെ തിരിച്ചു മടങ്ങാൻ അവസരം നൽകുകയാണ് കേരളം കരഞ്ഞുകൊണ്ട് അവർക്ക് യാത്രാമൊഴി നൽകും. 20ഓളം മൃതദേഹങ്ങൾ ഇതിനകം തിരിച്ചറിയപ്പെടാതെ മാറ്റിവെച്ച മൃതദേഹങ്ങളിൽ 20ഓളം ഇന്ന് തന്നെ സംസ്കരിക്കാനാണ് ആലോചിക്കുന്നത്. ഈ ദുരന്ത ഭൂമിയിൽ മറ്റൊരു ദുരന്തത്തിന് ഇരയായവർക്ക് കൂടി അന്ത്യവിശ്രമത്തിന് അവസരം ഒരുങ്ങുകയാണ്. ഇവിടെ ഇപ്പോഴും പുത്തുമല ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ പലയിടത്തുമുണ്ട്. അന്ന് ദുരന്തത്തിൽ പൊട്ടിയൊലിച്ചു വന്ന ആ ദുരന്തത്തിൽ തകർന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ചിതറിക്കിടക്കുന്നുണ്ട്. അതായത് ഈ ദുരന്തങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും മായുന്നതല്ല, മറയുന്നതല്ല. ആ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ അതിന്റെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ പലതും നമുക്ക് കാണാനാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ശ്മശാനത്തിനായി ഭൂമി ഒരുക്കുമ്പോൾ ആ പല കോൺക്രീറ്റ് കഷ്ണങ്ങളും അന്ന് പൊട്ടി ഒലിച്ചു വന്ന, അന്ന് തകർന്നു വീണ വീടുകളുടെ, സ്ഥാപനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ ദുരന്തത്തിന്റെ സ്മാരകങ്ങളായി ആ സ്മാരകങ്ങൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് മറ്റൊരു ദുരന്തത്തിൽ, വീണ്ടും കേരളത്തെ കരയിപ്പിച്ച ആ ദുരന്തത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനിയും നിരവധി പേരെ തിരിച്ചറിയാനുണ്ട്, നിരവധി പേരെ കണ്ടെത്താനുണ്ട്. അങ്ങനെയുള്ള ആ ഇത്രയും ഭീതിതമായ ദുരന്ത ഭൂമിയിൽ അവർക്ക് കൂടി അന്ത്യവിശ്രമത്തിന് അവസരമൊരുങ്ങുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് കളിച്ചു നടന്നവരുണ്ടാകും, ഒരുമിച്ച് ദിവസവും സായന്തനങ്ങൾ പങ്കിട്ടവരുണ്ടാകും, ഒരുമിച്ച് എല്ലാ നാടിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്തവരുണ്ടാകും. അവരെല്ലാം ഒരുമിച്ച് ഈ മണ്ണിൽ നിന്ന് മടങ്ങുകയാണ്. നാടവർക്ക് ഇന്ന് നാളെയുമൊക്കെയായി ഇവിടെ ഈ പുത്തുമലയിൽ യാത്രാമൊഴി നൽകും. പ്രദേശത്തെ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ചാലിയാർ പുഴയിലെ തിരച്ചിൽ നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മൃതശരീരങ്ങളുടെ കണക്ക് കൃത്യമായി കണക്കാക്കാൻ DNA ടെസ്റ്റ് നടത്തുന്നുണ്ട്. വിനോദസഞ്ചാരികളോ അതിഥി തൊഴിലാളികളോ ഉണ്ടോ എന്നും കണ്ടെത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി.